എന്നല്ലേ നിങ്ങൾ ചേച്ചി അനിയത്തി തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ അങ്ങ് തീർത്തോ. തൽക്കാലം നീ ഇതിപ്പം കഴിക്കും. എനിക്ക് വേണ്ട ചേച്ചി, കഴിച്ചാൽ ഇറങ്ങില്ല. ചേച്ചിയോട് എനിക്കൊരു ബഹുമാനമുണ്ട്. വെറുതെ എന്നെ നിർബന്ധിക്കരുത്. മോളെ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട ചേച്ചി, വേണ്ടതൊക്കെ കുഞ്ഞേച്ചി എന്നെ ചെയ്തു തന്നിട്ടുണ്ട്. കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണമെന്നുണ്ട്. എന്നെ അതിന് അനുവദിക്കോ? ഷാലിനി വാ. ഷമേ, അമ്മ വിളിച്ചിരുന്നു, നിന്നെ അന്വേഷിച്ചു. ആ, എനിക്കിവിടെ പരമസുഖമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിനക്ക് അമ്മയെ വിളിച്ചു തരട്ടെ? അമ്മയുടെ കയ്യിൽ ഫോണുണ്ട്, എന്റെ നമ്പരും അറിയാം. ഞാൻ അമ്മയുടെ കോള് ബ്ലോക്ക് ചെയ്തിട്ടുമില്ല. അമ്മയ്ക്ക് എന്നെ എപ്പോ വേണേലും വിളിക്കാം. മോളെ, ഞാൻ മനസ്സിൽ കുറ്റബോധവും കള്ളത്തരം ഉള്ളപ്പോഴാണ് കുഞ്ഞേച്ചി ഉറ്റവരോട് സംസാരിക്കാൻ ഇടനിലക്കാരുടെ ആവശ്യം വരുന്നത്. ഷമൻ, മോളെ, ഞാൻ കുഞ്ഞേച്ചി പോകാൻ. നിൽക്ക്. ഇതൂടെ എടുത്തോണ്ട് പോ. ഇവിടെ ഇരുന്ന് ഈച്ച ആർക്കണ്ട. ഷാലിനി, ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ഉറച്ചൊരു മനസ്സിൽ നിന്നുള്ള ശബ്ദം നമ്മളിപ്പോ കേട്ടത്. ഈ കണ്ണുകൾ കൂട്ടിയിണക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പാടുപെടേണ്ടി വരും. അത് കൊള്ളാമല്ലോ. അപ്പൊ സുസ്മിതയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. രോഹിത്തിന്റെയും ശ്യാമയുടെയും ആദ്യ രാത്രി കൊളമായി. ഈ വിവരം ഇപ്പൊ തന്നെ സുസ്മിതയെ വിളിച്ചറിയിച്ച വലിയ സന്തോഷമാവും. അല്ലെങ്കിൽ അത് വേണ്ട,
ഈ അവസരം കുറച്ചുകൂടി ഉപയോഗിക്കുക ചെയ്യേണ്ടത്. ഇതിവിടെ ഒതുങ്ങിത്തീരേണ്ട വിഷയമല്ലല്ലോ. രോഹിത് ശ്യാമ ഇന്നലെ ഒരു റൂമിലല്ല ഉറങ്ങിയതെന്ന് സത്യഭാമ അറിയണം. അപ്പൊ ഒരു വെടിപൊട്ടും. സത്യഭാമയുടെ കൊട്ടാരം കുലുങ്ങും, കുളം കലങ്ങും. ഒരുപക്ഷെ ഇവൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളും. ഒരു ജയം കൊണ്ട് അങ്ങ് തുടങ്ങാൻ പണി. ഇവളെങ്ങോട്ടായി പോകുന്നത്? ഇവളാള് കുഴപ്പക്കാരിയാന്ന് തോന്നുന്നു. ശ്യാമേ, ശ്യാമേ, എടി എഴുന്നേക്ക്. ശ്യാമേ, എടി എഴുന്നേക്ക്. എന്താ? എടി ഇവിടെയാണോ നീ കിടന്നുറങ്ങിയത്? ആണെങ്കിൽ ബാക്കി എന്താന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ നീ ഇതാരെ അറിയിക്കണ്ട. പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിലേക്കോ മറ്റോ പോ. മനസ്സിലായില്ല. എടി നീ ഇവിടെ കിടന്നുറങ്ങുന്നത് പങ്കജം കണ്ടു. ദേ, കണ്ടില്ലേ, ചായ കൊടുക്കാൻ വന്നവള് വേണ്ടാന്ന് വെച്ച് സത്യാമ്മയെ അറിയിക്കാൻ വേണ്ടി ഓടിയിരിക്കുക. അതിന് എടി ആദ്യ രാത്രി നീയും രോഹിത്തും ഒന്നിച്ചല്ലായിരുന്നു സത്യാമ്മ അറിയും. ഞാൻ റൂമിന് പുറത്താ കിടന്നേന്ന് സത്യം അറിഞ്ഞ എന്താ കുഴപ്പം? ശ്ശോ, എടി കുഴപ്പമുണ്ട്. സത്യാമ്മേ. അതെ, എന്താടി? സത്യാമ്മ പെട്ടെന്നൊന്ന് വന്നേ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇന്നലെ ഇവിടെ വലതുകാല് വെച്ച് കയറി വന്ന പുതുപ്പെണ്ണില്ലേ, ശ്യാമയോ? ആ കുട്ടി ഹാളിലെ സെറ്റിൽ കിടന്ന് ഉറങ്ങുന്നു. ഇന്നലെ ആ കൊച്ചിന്റെ ആദ്യരാത്രി അല്ലായിരുന്നോ സത്യാമ്മേ? ആ ദിവസം തന്നെ പുറത്തു കിടന്ന് ഉറങ്ങുന്നെന്ന് പറഞ്ഞ പണിയേറ്റു. സത്യമ്മ ഇപ്പൊ ഈ കാര്യം അറിയണ്ട. ഓ, പങ്കജം പോയി ഇക്കാര്യം സത്യമ്മ അറിയിക്കുന്നല്ലേ കുഞ്ഞച്ചിയുടെ പേടി? എന്റെ കാര്യം എന്തിനാ അവര് പറയാൻ പോകുന്നേ? ആ, അതുമല്ല, സത്യമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഞാൻ തന്നെ തീർത്തു കൊടുക്കാം. എടി, നീ എങ്ങോട്ടേ പോന്നെ? വീട് കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കി തരാം. ശ്യാമേ, എടി നിക്ക്. ശ്യാമേ, ശ്യാമേ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. കുഞ്ഞച്ചി ഒന്ന് പോയേ. ശ്യാമേ, എടി ശ്യാമേ, ഇങ്ങ് വാ. ഇന്നലെ രാത്രി നീ എവിടെയാ കിടന്നത്? എന്താ ഇപ്പൊ അങ്ങനെ ഒരു അന്വേഷണം വരാൻ? നിന്റെ ജീവിതത്തിലെ സാധാരണ ഒരു ദിവസം ആയിരുന്നില്ല ഇന്നലെ. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ദിവസം. പുതുപ്പെണ്ണ് ആദ്യ രാത്രി എവിടെയാ കിടന്നതെന്നാ ഞാൻ ചോദിച്ചത്. ഈ വീടിന് വെളിയിലേക്കൊന്നും പോയിട്ടില്ല ഞാൻ. സെറ്റിൽ കിടന്ന് ഉറങ്ങിയത്. നിനക്ക് രോഹിത്തിന്റെ റൂമിൽ കിടന്ന എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിച്ചത്. അത് ശ്യാമയ്ക്ക് ഇന്നലെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അത് രോഹിത്തിന് പകരണ്ടല്ലോ എന്ന് കരുതിയ അവള് സത്യ മാം എന്നോട് പറഞ്ഞിട്ടാ ശ്യാമ റൂമിന് പുറത്തു പോയത്. ഞാൻ പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണം, കാലാവസ്ഥ മാറ്റത്തിന്റെയാ.
എങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചോളൂ. ഓ ഞാൻ നോക്കിക്കോളാം സത്യാമ്മേ. നീ എന്തിനാ പങ്കജം? ശ്യാമ റൂമിന് വെളിയിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലെ എന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. ശ്യാമയെ വിളിച്ചുണർത്തി എന്താ കാര്യം അന്വേഷിക്കായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ പങ്കജം പോയി അടുക്കളയിലെ ജോലി എന്താന്ന് വെച്ചാൽ നോക്ക്. രാവിലെ എഴുന്നേറ്റ് ഇതുവരെ ചായ പോലും വെച്ചിട്ടില്ല. ആദ്യ ദിവസം തന്നെ പനി എന്നൊക്കെ പറയുന്നത് ഒരു ദുസൂചനയോ മോളെ? കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ മോളെ ശ്രദ്ധിക്കുക. എന്തോ ശനി ബാധിച്ചതുപോലെയുണ്ട്. മുഖത്ത് ഒരു പ്രസാദവും ഇല്ല. സാരമില്ല, എല്ലാം ശരിയാവും. നാളെ നിങ്ങളുടെ രണ്ടാളുടെയും പേരിൽ ഒരു ദാമ്പത്യ പൂജ നടത്തുന്നുണ്ട്. ഈ ബന്ധത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. ദാമ്പത്യ പൂജയോ? പതുക്കെ. സത്യാമ്മ നിശ്ചയിച്ചതാ. ഞങ്ങള് പോലും ഇപ്പോഴാ അറിയുന്നേ. ശ്യാമേ, എടി നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ദേ കുഞ്ഞേച്ചി, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി ദാമ്പത്യ പൂജ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് വന്ന ബെഡ്റൂമിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്തു പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. എടി, നീ ഇങ്ങനെ മൂടിക്കെട്ടിയിരുന്നാലോ? ഒന്ന് ചില്ലാവാൻ വേണ്ടിട്ടല്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്? എന്ത് ചില്ലടി, എന്റെ ജീവിതം മൊത്തം നായ നക്കിയ പോലെയാ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവും കുശാഗ്ര ബുദ്ധിയൊക്കെ നിനക്കല്ലേ കൂടുതൽ. സത്യം പറഞ്ഞാ നീയാ ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ. നീ തളർന്നു പോയെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പോരാളിക്കും ഇടയ്ക്ക് അങ്ങനെ ഒരു തളർച്ച ഉണ്ടാവടി. നീ കേട്ടിട്ടില്ലേ ട്രോജൻ യുദ്ധം? വർഷങ്ങൾ നീണ്ടതാ അത്. ആയിരങ്ങൾ മരിച്ചു. ഇതിനിടയിൽ രണ്ടു പക്ഷത്തെയും യുദ്ധവീരന്മാര് മനസ്സുമടുക്കുകയും പിൻവാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലൊരു ഇടവേള എടുത്താലോന്നാ എന്റെ ആലോചന. ഇവക്ക് തെന്തു പറ്റി? രോഹിത്തും വിഷ്ണു ഒക്കെ കൈവിട്ട് പോയത് തന്നെയാ പ്രശ്നം. അവൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലതായി. ഓ അതാണോ? എടി, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിന്റെ വിലയേ ഉള്ളൂ. യൂസ് ആൻഡ് ത്രോ. ഉപയോഗിച്ച ശേഷം കളഞ്ഞു വയ്ക്കുക. എണ്ണ അറിയാത്തത്ര പിന്നെ ഉണ്ടാവും പാക്കറ്റില്. എന്ന കാർ അങ്ങോട്ട് തന്നെ പോട്ടെ, നമ്മുടെ താജ്മഹലിലേക്ക്. താജ്മഹലിലേക്കോ? എടി, നീ സത്യഭാമയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സദാസമയം തല പോയിക്കുന്നതുകൊണ്ടാ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തത്. ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവാ. അക്കാര്യം നീ അറിഞ്ഞോ? ഇലക്ഷന്റെ കാര്യമല്ല, താജ്മഹലിന്റെ കാര്യമോ പറഞ്ഞു വന്നത്. ഈ തലസ്ഥാന നഗരിയിലുള്ള
VIP പ്രണയങ്ങളെല്ലാം പൊട്ടിമുളയ്ക്കുന്ന സ്ഥലവാ നമ്മുടെ താജ്മഹൽ റെസ്റ്റോറന്റ്. കോടീശ്വരന്മാരുടെയും കോടീശ്വരികളുടെയും വിഹാര കേന്ദ്രം. ഒരു ചായ കുടിക്കുന്നതിനിടെ കോടികളുടെ ഇടപാട് അവിടെ നടക്കുന്നത്. ആഹാ, എന്നാ ഒന്ന് കാണണമല്ലോ ആ താജ്മഹൽ. മാഡം, കാറൊന്ന് മാറ്റിയിടണേ. എന്താ കാര്യം? ഞങ്ങൾ ഇവിടുത്തെ കസ്റ്റമേഴ്സാ. സോറി മാഡം, ഇവിടുത്തെ VIP കസ്റ്റമറാണ് ജഗദീപ് സാർ. സാറ് വരുമ്പോൾ ഇവിടെ വേറെ കാർ കാണരുത്. സാറ് വിചാരിച്ച ഞങ്ങളുടെ പണി തിരക്കും. ഒന്ന് സഹായിക്കണം മാഡം. മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചു. തന്റെ ജോലിയുടെ കാര്യം ഓർത്ത് മാത്രം ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാ. ശരി, വണ്ടി ഒന്ന് മാറ്റിയിട്ടേക്ക്. അങ്ങോട്ട് മാറ്റിയിട്ടാ മതി. ആരാ ഈ ജഗദീപ് കുമാർ? ഇത്ര വലിയ VIP? ആ ആവോ. ജഗദീപ് സാർ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഇതാണ് ഹോട്ടല്? അതെ സാർ. ഓ, സോ ബാഡ്. ഒരു 7 സ്റ്റാർ ഒന്നും കിട്ടില്ലേ നമുക്ക്? മറ്റുള്ളവർക്കൊക്കെ ഇതാണ് സാർ സൗകര്യം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. സാർ, കാർ മാറ്റിയിട്ടോട്ടല്ലേ? ആ സർ, സ്മോക്കിംഗ് prohibited. യെസ് സർ. I can buy the bill. How much? 200 rupees സർ. സാറിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു. ദേഷ്യം വന്നാൽ അറിയാലോ സാറിന്റെ സ്വഭാവം. സോറി സർ. ആ വാ പോവാം. പോവാം. നമുക്കിവിടെ ഇരിക്കാം അല്ലേ? അയ്യോ മാഡം, അവിടെ ഇരിക്കില്ല മാഡം. സോറി മാഡം, ഈ ടേബിള് ജഗദീപ് സാറിന് വേണ്ടി മുന്നേ റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് ഒതുങ്ങി കൊടുത്തേക്കണേ മാഡം. ജഗദീപ് സാറിന് ലേഡീസ് ദേഹത്തോടുന്ന ഇഷ്ടമല്ലാത്തോണ്ടാണ്. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇവിടോട്ടിരിക്കണം സാർ. അതെ, ഇവിടെ റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മാഡം. എന്താ സാർ വേണ്ടത്? ആപ്പിൾ ജ്യൂസ് ഉണ്ട് സാർ. ഓൺലി കാശ്മീരി ആപ്പിൾ.
കാന്തല്ലൂരാണ് സാർ. കാശ്മീരി അല്ലെങ്കിൽ കാന്തല്ലൂർ, എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി. അതെ ബേറർ ഇവിടെ. ജഗദീപ് സാറിന്റെ ഓർഡർ ഒന്ന് കൊടുത്തോട്ടാ മാഡം, അത് കഴിഞ്ഞിട്ട് വരാം. വേറെ സാർ. ആ കുട്ടി എന്താ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ അതും കൊടുത്തേക്ക്. ശരി. മാഡം എന്താണ് പറഞ്ഞത്? ബുൾഷിറ്റ്. ആ ലെമൺ ജ്യൂസ്. എന്തടി ലെമൺ? തടി കൂടുന്നടി, ഷുഗർ കണ്ടന്റ് കുറയ്ക്കാനാ. എന്നാ ഞങ്ങൾക്ക് ലെമൺ തന്നെ മതി. 3 ലെമൺ. ശരി.